പറ്റി നമുക്കൊരു അടിസ്ഥാന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ അടിസ്ഥാന ബോധ്യത്തെ രൂപീകരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് പോലെ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്, ഇന്ത്യയുടെ അടിത്തറ ഒന്ന് ഏറ്റവും പ്രധാനം ബഹുസ്വരത എന്ന ആശയമാണ്. വൈവിധ്യങ്ങൾ, ആ വൈവിധ്യങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് സഹിഷ്ണുതയോടുകൂടി നിലനിൽക്കുന്നു. വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ അത് ഭാഷാപരമാണ്, ഭൂമിശാസ്ത്രപരമാണ്, മതപരമായ വൈവിധ്യം, സാംസ്കാരികമായ വൈവിധ്യം, ഇതെല്ലാം വ്യത്യസ്തമായി നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരൈക്യം, ആ യൂണിറ്റി എന്ന് പറയുന്നത് യൂണിഫോമിറ്റി അല്ല, എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെ ആകണം എന്നൊരു നിർബന്ധവുമില്ല. എല്ലാവരും പലതായിട്ട് നിന്നുകൊണ്ട്, പലവിധം ചിന്തിച്ചുകൊണ്ട്, പല രീതിയിൽ ജീവിച്ചുകൊണ്ട് എല്ലാവരെയും ഇന്ത്യ എന്ന ഒരു വികാരത്തിൽ ഇണക്കി ചേർക്കുന്ന ഒരു വൈവിധ്യം, ആ വൈവിധ്യമാണ് ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിത്തറ എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ജനായത്വം, ജനങ്ങളുടെ അധികാരം. ജനങ്ങളാണ്, ജനാധിപത്യം എന്ന വാക്കിനേക്കാളും ജനായത്വം എന്ന് ഉപയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ആധിപത്യങ്ങളോട് നമുക്കങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റില്ല. ജനങ്ങൾ പ്രസക്തമാണ്. ഓരോ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും ശബ്ദം പ്രസക്തമാണ്, അവരുടെ ചിന്ത പ്രസക്തമാണ്, ആശയങ്ങൾ പ്രസക്തമാണ്. അതുകൊണ്ട് ജനായത്വം, ബഹുസ്വരത, അതേപോലെ ഈ ബഹുസ്വരതയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി വരും നമ്മുടെ മതേതരത്വം. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുമ്പോൾ മതനിരാസമല്ല, മതത്തെ മാറ്റി നിർത്തലല്ല, വളരെയധികം മതാത്മകമായിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. അവിടെ എല്ലാ വിധത്തിൽപ്പെട്ട മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന, തുല്യ ബഹുമാനത്തോടുകൂടി കാണുന്ന, തുല്യ ഇടം നൽകുന്ന ഒരു ചിന്താഗതി, ജനായത്ത മതേതര ബഹുസ്വര മൂല്യങ്ങൾ ചേർന്ന് ഇങ്ങനെ നിരന്തരം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പരിണമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ വളരെയധികം മനസ്സിൽ എന്താ പറയുക, ഇഷ്ടം തോന്നിപ്പിക്കുന്ന, സ്നേഹം തോന്നിപ്പിക്കുന്ന, അങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ്, ആശയമാണ് ഇന്ത്യ എന്നുള്ളത്. ഇന്നവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നമുക്ക് വേദന ഉണ്ടാക്കുന്ന അനേകം വെല്ലുവിളികളുണ്ട്. ഈ ഇന്ത്യയുടെ ബഹുസ്വരതയെ മാറ്റി ഏകശിലാത്മകമായി ഇന്ത്യ ആക്കുക, അതായത് വ്യത്യസ്ത ശബ്ദങ്ങളുള്ളവർ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം എല്ലാവരുടെയും ശബ്ദത്തെ ഒരേപോലെ ആക്കുക. ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതിനെ യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു ഏകശിലാത്മകതയിലേക്ക് മാറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് വൈവിധ്യത്തെ ചോദ്യം ചെയ്യുന്നു. നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ മനുഷ്യരെ അപരരായി കാണുക, അപരവൽക്കരിക്കുക. അത് മതത്തിൻ്റെ പേരിലാവട്ടെ, ജാതിയുടെ പേരിലാവട്ടെ, സമ്പത്തിൻ്റെ പേരിലാവട്ടെ, ജീവിതശൈലിയുടെ പേരിലാവട്ടെ, സംസ്കാരത്തിൻ്റെ പേരിലാവട്ടെ, വ്യത്യസ്തരായ മനുഷ്യരെ അപരരായി കാണുന്ന, എല്ലാവരും ഒരേപോലെ ആവണം, ഒരേ ഭാഷ സംസാരിക്കണം, ഒരു മതത്തിന് പ്രസക്തി ഉണ്ടാവണം. ഇങ്ങനെ വരുമ്പോൾ അത് ഈ വൈവിധ്യത്തെ ചോദ്യം ചെയ്യുന്നു, ബഹുസ്വരതയുടെ അടിത്തറയെ ചോദ്യം ചെയ്യുന്നു, നമ്മുടെ ജനായത്വത്തെ ചോദ്യം ചെയ്യുന്നു, മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്നു. ജനായത്വത്തെ ചോദ്യം ചെയ്യുന്നത് എവിടെയാണെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ശബ്ദത്തിന് പ്രസക്തി ഇല്ലാതാവുന്നു. ചോദ്യങ്ങൾ ചോദിക്കപ്പെടരുത് എന്ന് പറയുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കെതിരെ ഭരണകൂടം ശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. വിമർശിക്കരുതെന്ന് പറയുന്നു, വിയോജിപ്പ് പ്രകടമാക്കരുതെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നവർ ജയിലറകളിലാക്കപ്പെടുന്നു. എല്ലാ ഭരണ സംവിധാനങ്ങളും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നു. മാധ്യമങ്ങൾ നിഷ്പക്ഷമല്ലാതെ, സ്വതന്ത്രമല്ലാതെ നിലനിൽക്കുന്നു. ഈ കാലഘട്ടത്തിൽ ജനായത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ജനായത്വം എന്ന അടിത്തറയുടെ, ഇന്ത്യയുടെ എന്ന ആശയത്തിൻ്റെ പ്രധാന അടിത്തറ ചോദ്യം ചെയ്യപ്പെടുന്നു. മനുഷ്യർ ഭയക്കുന്നു. ഭയമുള്ളപ്പോൾ, ജനങ്ങൾക്ക് ഭയമുള്ളപ്പോൾ ഏത് ഏജൻസിയാണ് മുമ്പിൽ വരുന്നതെന്ന് ആളുകൾ ഭയക്കുന്നു. ആ ഭയമുള്ളപ്പോൾ, ചോദ്യം ചോദിക്കാൻ ഇടമില്ലാത്തപ്പോൾ, എതിർ ശബ്ദങ്ങൾക്ക് ഇടമില്ലാത്തപ്പോൾ, വിയോജിപ്പിന് ഇടമില്ലാത്തപ്പോൾ ജനായത്വത്തിൻ്റെ ഭാവി സുരക്ഷിതമല്ല. അതുകൊണ്ട് ഈ മൂന്ന് ഘടകങ്ങളും, ബഹുസ്വരതയും ജനായത്വവും മതേതരത്വവും വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ. ആ വെല്ലുവിളി തിരിച്ചറിയേണ്ടതും, ആ വെല്ലുവിളിയെ നേരിടാൻ സ്വയം സജ്ജമാക്കേണ്ടതും, ആ വെല്ലുവിളിയെ നേരിടാൻ രാജ്യത്തെയും സമൂഹത്തെയും സജ്ജമാക്കുന്നതിന് നമ്മളാലാവുന്ന സംഭാവന നൽകേണ്ടതും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു.